അസ്സലാമു അലൈക്കും. ഇപ്രാവശ്യം നോമ്പിന് മുന്നേ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസത്തെ നോമ്പ് വിശേഷങ്ങളും ഓരോ വീഡിയോസായി ഇടണമെന്ന്. പക്ഷേ എളുപ്പമല്ല കേട്ടോ. വിചാരിച്ച പോലെ നമുക്ക് നോമ്പിന് വീഡിയോസ് ഇടാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല. പണികളൊക്കെ എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോസിലേക്ക് ഉൾപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ രാവിലെ തന്നെ നോമ്പ് തുറക്കുള്ള പണികൾക്കായിട്ടൊന്നും നിൽക്കാറില്ല. അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ പണികളൊക്കെ ചെയ്യുന്നതോടൊപ്പം കുട്ടിക്കാലത്തെ ഞങ്ങളെ നോമ്പിൻ്റെ ചില ഓർമ്മകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങളെ നോമ്പെടുക്കാനായിട്ട് ആരും നിർബന്ധിച്ചിട്ടില്ല. മുതിർന്നവരെടുക്കുന്നത് കണ്ട് ഇഷ്ടമായിട്ട് ഞങ്ങൾ എടുത്തു തുടങ്ങിയതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെല്ലാ നോമ്പ് എടുത്തു തുടങ്ങി. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലാണ് നിന്നിരുന്നത്. അന്ന് വീട്ടിൽ കുറേ അംഗങ്ങളുണ്ട്. ഞങ്ങളെ നോമ്പാണല്ലോ എന്നുള്ള ഒരു ചൂട് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അത്താഴത്തിന് ഒറ്റ വിളിക്ക് എനിക്കും. പിന്നെ വേഗം പല്ലേച്ച് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കും. ചോറാണ് എല്ലാവരും കഴിക്കാറ്. മീൻകറിയും ഒരു ഉപ്പേരിയും എന്നും ഉണ്ടാവും. പക്ഷെ ഇപ്പം എല്ലാവരും അത്താഴത്തിന് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. സ്കൂളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന മിഠായിയും സ്കൂളിൽ വിട്ട് വരുമ്പോൾ പറക്കി വയ്ക്കുന്ന മാങ്ങയും പുളിയും ലൂപ്പിക്കും എല്ലാം നോമ്പ് തുറക്കുന്നതിനും വേണ്ടി കഴിക്കാനായിട്ട് എടുത്തു വയ്ക്കും. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ നല്ലൊരു ഓർമ്മ ഉള്ളത് ഐസ് വെള്ളം വാങ്ങിക്കാനായിട്ട് പോകുന്നതാണ്. അന്ന് ആ ഭാഗത്ത് ഒരു വീട്ടിലാണ് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് ഞങ്ങളെല്ലാ പിള്ളേഴ്സും കൂടി ഒരു ചോറും പാത്രം തൂക്കി പിടിച്ച് ആ വീട്ടിലേക്ക് ഓടിപ്പോകും. ഐസൊക്കെ കിട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം അന്നൊക്കെ നോമ്പിന് മാത്രമാണ് തണുത്ത വെള്ളം കുടിക്കാനായിട്ട് പറ്റുള്ളൂ. വീടിനടുത്തായിട്ട് തന്നെ ഒരു പുഴയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിൽ ഉപ്പുവെള്ളമാണ് കിട്ടുക. അന്ന് കുടിക്കാനും ഫുഡിനും ഒക്കെ ഉള്ള വെള്ളം ഒരു എളാപ്പാടെ വീട്ടിൽ കുടക്കായിട്ട് ചെന്ന് കിണറ്റിൽ നിന്ന് കോരിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. ഞങ്ങളല്ലാട്ട കോരുക, കുഞ്ഞുമാരാണ് അന്ന് കോരി കൊണ്ടുവന്നിരുന്നത്. ഞങ്ങൾ കൂടെ പോകും. അവിടെയുള്ള മാങ്ങയും പുളിയും ഒക്കെ പറക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ കാണുമ്പോൾ അമ്മമാർക്കൊക്കെ അത്ഭുതമാണ് ഞങ്ങളൊക്കെ ഇത്ര ചെറിയ പ്രായത്തിൽ നോമ്പെടുക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, കണ്ട ഇവരൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ടാണ് വൈകുന്നേരം വരെ ഇരിക്കുന്നതെന്ന്. നോമ്പെടുത്ത് സ്കൂളിലും കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദു കുട്ടികൾക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ് കേട്ടോ ഞങ്ങളോടൊക്കെ. ഉച്ചയ്ക്ക് ക്ലാസ് അടിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടൊന്നും അവരടിപ്പിക്കാറില്ല. ഇന്നത്തെ പോലെ അടുത്തടുത്തൊന്നും പള്ളികൾ ഉണ്ടായിരുന്നില്ല. ബാങ്ക് കൊടുക്കുന്ന നേരമായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പുറത്ത് ചെന്ന് നിന്ന് ചെവി കൂർപ്പിച്ച് പിടിക്കും. അപ്പോൾ വളരെ ചെറുതായിട്ട് ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാം. നോമ്പ് തുറന്ന് കഴിഞ്ഞൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല. ഇന്നത്തെ നമ്മുടെ നോമ്പിൻ്റെ പണികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.